എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ, കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയ ആ ഒരു സംഭവമാണല്ലോ വിവാദമായി പോഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. താങ്കൾ അതിന് ഉത്തരം പറഞ്ഞേ തീരൂ എന്നാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം, നിങ്ങളിൽ നിന്ന് അതിന് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശ്വാസി സമൂഹം കാത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഒരു അഴിമതിക്കും കൂട്ടുനിൽക്കാത്ത ഒരു നേതാവ്, നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ നേതാവായിരുന്നു മുൻ ദേവസ്വം മന്ത്രി ശ്രീ ജി സുധാകരൻ. അദ്ദേഹം 3.5 വർഷം ദേവസ്വം വകുപ്പ് മന്ത്രിയായി മന്ത്രിസഭയിൽ തുടർന്നത് ഞങ്ങൾ വിശ്വാസികളെല്ലാം വളരെയേറെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നതാണ്. കാരണം അദ്ദേഹം ഈശ്വരവിശ്വാസിയല്ല എങ്കിലും ശാന്തിക്കാരെ ഉൾപ്പെടെ, സന്യാസിമാരെ ഉൾപ്പെടെ മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിക്കുമായിരുന്നു. എങ്കിലും ദേവസ്വം ബോർഡിൽ ഒരു അഴിമതിയും നടത്താതെയും അഴിമതി നടത്താൻ അനുവദിക്കാതെയും ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളും ഭരിച്ചതിൽ ഞങ്ങൾ വിശ്വാസികൾ വളരെയേറെ സംതൃപ്തരായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയ, താങ്കൾ പാർട്ടിയെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മുഖ്യമന്ത്രിയായി വി.എസ്. അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്ത്, താങ്കൾ സൂപ്പർ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറിയായി ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് താങ്കൾ അദ്ദേഹത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് താങ്കൾ മുട്ടിലിഴയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ മന്ത്രിയായി നിയോഗിച്ചത്, അതിന് കാരണമെന്താണ്? അടുത്തത്, സാധാരണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കാറുള്ളത് രാഷ്ട്രീയക്കാരെയാണ്, രാഷ്ട്രീയ നേതാക്കളെ. MLA ആയിട്ടോ അതേപോലുള്ള പദവികളിൽ മത്സരിക്കാൻ അവസരം കിട്ടാത്തവരോ അല്ലെങ്കിൽ മത്സരിച്ച് തോറ്റവരോ ആയിട്ടുള്ള പാർട്ടിയുടെ വലിയ നേതാക്കന്മാരെ വെച്ചായിരുന്നു ഇതിനു മുമ്പ് വരെ നിങ്ങൾ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നിങ്ങൾ അതിൽ കൂടിയൊക്കെ സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർക്കറിയാം, വിശ്വാസികൾക്കറിയാം. എന്നാൽ ഈ N. വാസു എന്ന് പറയുന്ന ഒരു ദേവസ്വം കമ്മീഷണർ, അയാൾക്ക് ദേവസ്വം ബോർഡിലെ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാവുന്ന ആളുമാണ്. എങ്ങനെയൊക്കെ അവിടെ അഴിമതി നടത്താൻ കഴിയും എന്നതിനെക്കുറിച്ചും വ്യക്തമായി അറിയുകയും ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ് N. വാസു. കാരണം അദ്ദേഹം അവിടെ ദേവസ്വം കമ്മീഷണറായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഈ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? താങ്കളാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്. എന്താണ് താങ്കളുടെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതിൻ്റെ പിന്നിലുള്ള താങ്കളുടെ ലക്ഷ്യം എന്തായിരുന്നു? അതിനും താങ്കൾ മറുപടി തന്നേ തീരൂ, വിശ്വാസി സമൂഹത്തോട് മറുപടി പറഞ്ഞേ തീരൂ. കാരണം അതിനുശേഷം പത്മകുമാറും പ്രസിഡൻ്റാക്കി. വീണ്ടും എന്തുകൊണ്ട് മറ്റൊരു പെൻഷനായ മറ്റൊരു ദേവസ്വം കമ്മീഷണറെ നിങ്ങൾ പ്രസിഡൻ്റാക്കിയില്ല? ഇതിൻ്റെ പിന്നിലുള്ള ആ ദുരുദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം വാസുവിനെ പോലുള്ള ഒരാളിനെ തുടർന്ന് വരുന്ന പത്മകുമാർ, ഇവരുടെ കാലത്താണല്ലോ ഈ ചെമ്പുപാളികൾ ആയി മാറിയത്, സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മാറിയത്. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും വാസുവിനെയും ഈ ദേവസ്വത്തിലെ രജിസ്റ്റർ തിരുത്തണം എന്നുണ്ടെങ്കിൽ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ആ റോൾ എന്തെന്ന് വിശ്വാസികൾക്ക് സംശയമുണ്ട്. പത്മകുമാറിനെക്കാട്ടിൽ കൂടുതൽ സാധ്യത വാസു എന്ന് പറയുന്ന മുൻ ദേവസ്വം കമ്മീഷണർക്കാണ്. കാരണം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് സാധാരണ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെക്കാട്ടിൽ കൂടുതൽ ഭയവും അനുസരണ കൂടുതലും, അവിടെ അവരെ ഭരിച്ചിരുന്ന, കമ്മീഷണറായി ഭരിച്ചിരുന്ന ഒരാൾ പ്രസിഡന്റായിട്ട് വന്നാൽ എപ്പോഴും അവരുടെ മനസ്സിൽ മുൻ കമ്മീഷണർ എന്നുള്ള ആ ഒരു തങ്ങളുടെ മുൻ
മേലുദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ഭയവും കൂടി ആ പ്രസിഡന്റിനോട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസുവിനെ നിയോഗിച്ചതിലൂടെ എന്നുള്ള കാര്യവും അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അയാളുടെ കാലത്തും പത്മകുമാരുടെ കാലത്തുമാണല്ലോ ഈ സംഭവിച്ചത്. താങ്കളുടെ നോമിനികളായിരുന്നു ഇവരെല്ലാം. അതുകൊണ്ടല്ലേ താങ്കൾ ഇത്രയും വിവാദമുണ്ടായിട്ടും ഇത്രയും കോടികളുടെ സ്വർണം മോഷണം പോയിട്ടും ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ മുഖ്യമന്ത്രിയായ താങ്കൾ തയ്യാറാകാത്തത് എന്ന് ഞങ്ങൾ ചോദിച്ചാൽ അതിന് നിങ്ങൾ എന്താണ് ഉത്തരം തരിക? കാരണം മോഷണം എന്ന് പറയുന്നത് ക്രിമിനൽ കേസാണ്. ഇത് പൊതുസ്വത്താണ്. അതായത് സർക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് വിശ്വാസികളുടെ സ്വത്താണ്. ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികളുടെ അഭയകേന്ദ്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ സ്വത്താണ് ഇപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഈ ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ അതിനെതിരെ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രിയായ നിങ്ങൾ വിശ്വാസികളോട് മറുപടി പറയണം. കാരണം നിങ്ങളാണ് ഭരിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങൾ അറിയാതെ ഒരു വകുപ്പിലും ഒരു കാര്യവും നടക്കുകയില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അങ്ങനെയുള്ള നിങ്ങൾ ഇപ്പോൾ അനങ്ങാതിരിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾക്കും ഇതിനകത്തിൽ റോൾ ഉണ്ടായിട്ടല്ലേ എന്ന് ഞങ്ങൾ വിശ്വാസികൾ സംശയിച്ചാൽ അതിന് വിശ്വാസികളെ കുറ്റം പറയാൻ കഴിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനകത്തിൽ ഒരു അറിവുമില്ല, നിങ്ങൾക്കിതിനകത്തിൽ ഒരു റോളും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും വിവാദമുണ്ടായ ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായി അന്വേഷണം നടത്തി കുറ്റക്കാരാരാണേലും അവരെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ഉത്തരവിടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തിടത്തോളം കാലം ഇതിനകത്തിലെ പ്രധാന കണ്ണി ഈ ശബരിമലയിലെ സ്വർണമോഷണത്തിൻ്റെയും അവിടുത്തെ ദ്വാരപാലകരുടെ ശക്തി ക്ഷയിപ്പിച്ച് ക്ഷേത്രമില്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെയും പിന്നിലെ മുഖ്യ കണ്ണി നിങ്ങൾ തന്നെയാണെന്ന് വിശ്വാസികൾ ആത്മാർത്ഥമായി സംശയിക്കും. അത് ആ ഒരു സംശയത്തിനും ആ ഒരു വിശ്വാസത്തിനും ഇളക്കം തട്ടാത്തിടത്തോളം കാലം നിങ്ങളെ ഞങ്ങൾ ഇതിനകത്തിലെ മുഖ്യപ്രതിയായി തന്നെ കരുതി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയായ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ വിശ്വാസികളായ ഞങ്ങൾ കരുതുകയുള്ളൂ